നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ സമൂഹത്തിൽ ഈ അടുത്ത കാലത്തായി കണ്ടുവരുന്ന പല ക്രൂരകൃത്യങ്ങളുടെയും പിന്നിൽ അന്ധവിശ്വാസത്തിന്റെ അനുരണനങ്ങൾ കാണുവാൻ കഴിയും. ഷാരോൺ വധക്കേസിലും നെന്മാറ ഇരട്ടക്കൊലപാതകത്തിലും നന്ദൻകോട് കൂട്ടക്കൊലപാതകത്തിലും പ്രതികളുടെ അന്ധവിശ്വാസത്തിന്റെ സ്വാധീനം വ്യക്തമാണ്. പ്രബുദ്ധരെന്ന് കരുതുമ്പോഴും ആധുനിക മനുഷ്യർക്കിടയിലെ അന്ധവിശ്വാസത്തിന്റെ മനഃശാസ്ത്രത്തെക്കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. സൈക്യാട്രി പ്രൊഫസറായ ഡോക്ടർ വർഗീസ് പുന്നൂസാണ് നമുക്കൊപ്പം ചേരുന്നത്. കോട്ടയം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പളാണ് ഡോക്ടർ. നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ഡോക്ടർ, ആദ്യം തന്നെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് പോകുമ്പോൾ ആധുനിക അന്ധവിശ്വാസത്തെക്കുറിച്ചാണ് നമ്മളിത് സംസാരിക്കുന്നത്. അന്ധവിശ്വാസത്തിന്റെ മനഃശാസ്ത്രം എന്താണ്? സമകാലികമായ ഒരു പ്രസക്തി ഈ വിഷയത്തിനുണ്ട്. പലപ്പോഴും ഒരു കുറ്റകൃത്യം സംഭവിക്കുമ്പോഴോ അല്ലെങ്കിൽ വളരെ നാടകീയമായ ഒരു സംഭവ വികാസങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെയാണ് നമ്മൾ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ അന്ധവിശ്വാസങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്ന് തിരിച്ചറിയുന്നത്. പക്ഷേ അത്ര വിസിബിൾ അല്ലെങ്കിലും കേരളീയ സമൂഹം നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ വളരെ സാക്ഷരതയിലും പ്രബുദ്ധതയിലും ഒക്കെ നമ്മൾ മുന്നിട്ട് നിൽക്കുമ്പോഴും മലയാളികളുടെ മനസ്സിൽ എന്ന് മാത്രമല്ല, അത് മനുഷ്യ സഹജമായിട്ട് തന്നെ യുക്തിരഹിതമായ വിശ്വാസങ്ങൾക്ക് വലിയൊരു ശക്തിയും പ്രാബല്യവും ഉണ്ടെന്നുള്ളതാണ് ഒരു വാസ്തവം. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും പറയും മനുഷ്യനൊരു റാഷണൽ ബീയിങ് ആണ്, ഒരു യുക്തിപൂർവം ചിന്തിക്കുന്ന ഒരു ജീവിയാണ് മനുഷ്യൻ. അതാണ് യുക്തി ചിന്തയാണ് മനുഷ്യനെ മറ്റ് ജീവികളിൽ നിന്നും ഒക്കെ വ്യത്യസ്തനാക്കുന്നതെന്ന് പറയും. പക്ഷെ അതിനകത്ത് ഉള്ള ഒരു യഥാർത്ഥ വശം യുക്തിപൂർവം ചിന്തിക്കാനുള്ള ഒരു കഴിവ് മനുഷ്യനുണ്ട് എന്നുള്ളത് മാത്രമാണ്. മനുഷ്യൻ്റെ ബഹുഭൂരിപക്ഷം വരുന്ന ചിന്തകളും യുക്തിയുടെ അടിസ്ഥാനത്തിലോ തെളിവിൻ്റെ അടിസ്ഥാനത്തിലോ ഒന്നും ആകണമെന്ന് നിർബന്ധമൊന്നുമില്ല. വളരെ വൈകാരികമായിട്ടുള്ള അടിസ്ഥാനത്തിലും സ്വന്തം ഉത്കണ്ഠയും ഭയാശങ്കകൾക്കും ഒക്കെ ഒരു ആശ്വാസം എന്നുള്ള രീതിയിൽ ചില ചിന്തകളിൽ അഭയം തേടുക എന്നുള്ളത് മനുഷ്യ സഹജമായിട്ട് തന്നെയുള്ള ഒരു കാര്യമാണ്. വിദ്യാഭ്യാസത്തിനും ഒക്കെ അതിൽ കുറേ മാറ്റങ്ങൾ വരുത്താൻ പറ്റിയിട്ടുണ്ടെങ്കിലും മനുഷ്യൻ്റെ ഈ അടിസ്ഥാന മനുഷ്യൻ ഒരു ജീവി എന്നുള്ള രീതിയിൽ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു പ്രവണത തന്നെയാണ് യുക്തിരഹിതമായി ചിന്തിക്കുക. ആ ചിന്തയുടെ അടിസ്ഥാനത്തിൽ ചില വൈകാരിക പ്രതികരണങ്ങൾ ഉണ്ടാകുക എന്നുള്ളതൊക്കെ. അതുകൊണ്ട് വളരെ സഹജമായിട്ടുള്ള മനുഷ്യന് സഹജമായിട്ടുള്ള ഒരു ഭാവം തന്നെയാണ് ഈ അന്ധവിശ്വാസം. വിദ്യാഭ്യാസവും ആധുനിക ടെക്നോളജിയും ഒക്കെ അതിനെ കുറച്ചൊക്കെ മറച്ചിട്ടുണ്ടെങ്കിലും മനുഷ്യൻ്റെ ഉള്ളിൽ ഇപ്പോഴും ശക്തമായിട്ട് അന്ധവിശ്വാസങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ളത് ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന, പ്രത്യേകിച്ച് മനോവിജ്ഞാനീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു ഡോക്ടർ എന്നുള്ള രീതിയിൽ എനിക്കത് തീർച്ചയായിട്ടും പറയാൻ പറ്റും. വളരെ ശക്തമായിട്ട് തന്നെ വിദ്യാഭ്യാസം നേടിയിട്ടുള്ളവരുടെ ഇടയിൽ പോലും ഇങ്ങനത്തെ വിശ്വാസങ്ങൾ ഉണ്ട്. അതെ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ശാസ്ത്രം പുരോഗമിക്കുകയാണ്, വിദ്യാഭ്യാസ നിലവാരം ഉയരുകയാണ്. അപ്പോൾ അങ്ങനൊരു സാഹചര്യത്തിൽ പോലും വിശ്വാസങ്ങൾ യുക്തിപൂർവമാകുമെന്നൊരു സാമാന്യ ധാരണ നമുക്കിടയിലേക്ക് വരുന്നില്ല. ഈ സാമാന്യ ധാരണയ്ക്ക് നിരക്കാത്ത കാര്യങ്ങളാണ് നമ്മുടെ ചുറ്റും നടക്കുന്നത്. ഇപ്പം ഞാൻ ഈ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ചുറ്റും നടക്കുന്ന പല കുറ്റകൃത്യങ്ങളുടെയും പിറകിൽ ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളുണ്ട്. ഇപ്പോൾ ഏറ്റവും അടുത്ത് നമുക്കിടയിൽ സംഭവിച്ച ഈ ഒരു കൊലപാതകത്തിലാണെങ്കിലും ചെന്താമര എന്ന പ്രതിയുടെ മനസ്സിലേക്ക് ഒരു അന്ധവിശ്വാസത്തിൻ്റെ ആ ഒരു കണമുള്ളത് കൊണ്ടാണ് അയാൾ ഇത്രയധികം ക്രൂരമായ രീതിയിൽ കൊലപാതകത്തിന് പ്രേരിതമായിട്ടുള്ളതാണ് പോലീസ് തന്നെ പറയുന്നത്. അപ്പം ഇത്തരത്തിൽ നമ്മുടെ മനുഷ്യൻ്റെ തലച്ചോറിലേക്ക് ഇത്തരത്തിൽ ചിന്തകൾ എത്തുന്നതിൻ്റെ ഒരു കാരണം എന്തുകൊണ്ടായിരിക്കാം ഇത്തരം അന്ധവിശ്വാസങ്ങൾ ഇപ്പോഴും നമുക്കിടയിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത്? തീർച്ചയായിട്ടും. അതായത് ഒരു പ്രവൃത്തിയാണ് നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷമായിട്ട് നമ്മൾ കാണുന്നത്, ഒരു വിസിബിളായിട്ട് വരുന്ന ഒരു ആക്ട്. പക്ഷേ അങ്ങനെ വരുന്ന പ്രവൃത്തികളുടെ എല്ലാം പിന്നിൽ രണ്ട് ഘടകങ്ങളുണ്ട്. ഒന്ന് വികാരം, മറ്റൊന്ന് ചിന്ത. ഇമോഷൻസും തോട്ട്സും അതാണ് ഒരു ആക്ഷനിലേക്ക് ഒരു വ്യക്തിയെ എത്തിക്കുന്നത്. അപ്പം ഈ ചിന്തകളിൽ എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ മനുഷ്യൻ്റെ മസ്തിഷ്കം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രതിഭാസമാണ് ചിന്ത എന്ന് പറയുന്നത്. വികാരങ്ങളും അതുപോലെ തന്നെയാണ്. മനുഷ്യൻ്റെ തലച്ചോറിലാണ് മനസ്സിൻ്റെ പ്രഭവ കേന്ദ്രം. തലച്ചോറിൽ ചില രാസപ്രവർത്തനങ്ങളും ചില ഇലക്ട്രിക്കൽ ആക്ടിവിറ്റീസും ഒക്കെ നടക്കുമ്പോഴാണ് ചിന്തകളുണ്ടാകുന്നതും വികാരങ്ങളുണ്ടാകുന്നതും. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന ചിന്തകൾ എപ്പോഴും യുക്തിപൂർവ്വം ആകണമെന്ന് നിർബന്ധമില്ല. പലപ്പോഴും അത് യുക്തിരഹിതമാണ്, പലപ്പോഴും അത്
ഇമോഷൻസ്, വികാരങ്ങൾ ഹൈജാക്ക് ചെയ്യുന്ന ചിന്തകളാണ് പലപ്പോഴും ഉണ്ടാകുന്നത്. ചിന്തകൾ സാധാരണ ആരോഗ്യകരമായ ഒരു ചിന്തയെന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഒരു അക്കാദമിക് ഡെഫിനിഷൻ പറഞ്ഞാൽ ലോജിക്കൽ തിങ്കിങ് ആണ്. ഒരു ലക്ഷ്യത്തിലേക്ക് ഒന്നൊന്നിനോട് ബന്ധിതമായ, പരസ്പര ബന്ധിതമായ യുക്തിപൂർവമായ ചിന്തകൾ ഒരു പ്രശ്നത്തിൻ്റെ നിർദ്ധാരണത്തിലേക്ക്, ഒരു പരിഹാരത്തിലേക്ക് എത്തിച്ചേരുമ്പം നമ്മളതിനെ നോർമൽ തിങ്കിങ് എന്ന് പറയും. പക്ഷേ പലപ്പോഴും മനുഷ്യൻ്റെ ചിന്തകൾക്കകത്ത് ഒരു രോഗാതുരത കടന്നു വരാം, മോർബിഡിറ്റി. അത് പല ലെവലിലുണ്ട്. അത് ഏറ്റവും ഒരു കഠിനമായ രോഗത്തിൻ്റെ അവസ്ഥ വരുമ്പോഴാണ് അതിനെ നമ്മൾ ഡെലൂഷൻസ് എന്നൊക്കെ പറയുന്നത്. യാഥാർത്ഥ്യവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത, യുക്തിക്ക് നിരക്കാത്ത ചില ചിന്തകൾ തെളിവുകളുടെയൊക്കെ അഭാവത്തിലാണെങ്കിൽ പോലും ഒരു വ്യക്തി ശക്തമായിട്ട് അതിൽ അടിയുറച്ച് വിശ്വസിക്കുകയും ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ പെരുമാറുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് നമ്മളതിനെ ഡെലൂഷൻ എന്ന് പറയുന്നത്. നമുക്കെല്ലാവർക്കും പരിചിതമുള്ള ഒരു ഡെലൂഷൻ ഉദാഹരണം പറഞ്ഞാൽ ഈ ഭാര്യ ഭർത്തൃ ബന്ധത്തിലൊക്കെ വരുന്ന സംശയങ്ങളാണ്. ഒരടിസ്ഥാനവും ഇല്ലാതെ ജീവിത പങ്കാളിയെ സംശയിക്കുക. നമ്മൾ നാടൻ രീതിയിലൊക്കെ പറയും, ഒരു അല്പം തീയില്ലാതെ പുകയുണ്ടാകുമോ? പക്ഷേ സംശയം, ഇങ്ങനെയുള്ള ഡെലൂഷണൽ സംശയങ്ങൾ വരുമ്പോൾ തീയില്ലാതെ തന്നെ പുകയുണ്ടാകുന്ന ഒരവസ്ഥയാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ഒരടിസ്ഥാനവും ഇല്ലാതെ ജീവിത പങ്കാളിയെ സംശയിക്കുക, ആ സംശയത്തിനെ ബലപ്പെടുത്തുന്ന രീതിയിൽ മാത്രം ചില തെളിവുകളൊക്കെ, ദുർബലമായ ചില തെളിവുകളൊക്കെ ശേഖരിച്ച് അതിൻ്റെ ആ സംശയത്തെ ഉറപ്പിക്കുക, അതിൻ്റെ അടിസ്ഥാനത്തിൽ പെരുമാറുക എന്നുള്ളത്. ഇപ്പോൾ ഈ അന്ധവിശ്വാസങ്ങളെന്ന് പറയുമ്പം അത്രത്തോളം നമുക്ക് രോഗാതുരത അതിനകത്ത് പറയാനില്ലെങ്കിൽ പോലും സാധാരണ ചിന്തയുടെ, ഈ ഡെലൂഷണൽ ചിന്തയുടെയൊക്കെ ഇടയ്ക്ക് നിൽക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ നോർമൽ ചിന്തയിൽ എപ്പോഴും നമ്മൾ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ യുക്തിപൂർവ്വം ചിന്തിക്കുക എന്നുള്ള ഒരു ആരോഗ്യകരമായ ചിന്തയുടെയും ഡെലൂഷണൽ ചിന്തയുടെ ഇടയ്ക്കാണ് പലപ്പോഴും അന്ധവിശ്വാസങ്ങൾ നിൽക്കുന്നത്. ആ അന്ധവിശ്വാസങ്ങളുടെ ഒക്കെ പലപ്പോഴും സാമൂഹികമായിട്ടുള്ള ചില വിശദീകരണങ്ങളുണ്ടാവാം. അതായത് ഇപ്പം നമുക്ക് ഉദാഹരണം പറഞ്ഞാൽ ചുറ്റുപാട് നോക്കുന്ന ഒരു പ്രകൃതി പ്രതിഭാസങ്ങൾ, മഴവില്ലുണ്ടാകുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് ശാസ്ത്രത്തിൻ്റെ പുരോഗതിയോടെ നമുക്ക് വ്യക്തമായി. പക്ഷെ അതിനു മുമ്പ് ഈ മഴവില്ലെന്ന് പറയുന്ന ഒരു പ്രതിഭാസത്തിന് വിശദീകരണമില്ലാഞ്ഞപ്പോൾ അതിന് ചില ഐതിഹ്യങ്ങളും ചില കെട്ടുകഥകളും ഒക്കെ ഒരു വിശദീകരണം വന്നപ്പോൾ അതുകൊണ്ട് മനുഷ്യൻ തൃപ്തിപ്പെട്ടു. അതുപോലെ നമുക്ക് ചുറ്റുപാട് നടക്കുന്ന പല കാര്യങ്ങളും, അല്ലെ സ്വന്തം ജീവിതത്തിലുണ്ടാകുന്ന ചില ദുരനുഭവങ്ങൾക്കൊക്കെ ഒരു വിശദീകരണം ഇല്ലാത്തപ്പോൾ മനുഷ്യ മനസ്സിന് ഒരു പ്രവണതയുണ്ട് അതിനെ യുക്തിരഹിതമായിട്ടാണെങ്കിൽ പോലും ചില വിശദീകരണങ്ങളിൽ അഭയം പ്രാപിക്കുക. ഇപ്പോൾ ഒരാളുടെ ജീവിതത്തിലെ അദ്ദേഹം പ്രതീക്ഷിക്കുന്ന അഭിവൃദ്ധി ഉണ്ടാകുന്നില്ല. ആ അഭിവൃദ്ധി ഉണ്ടാകാത്തതിൻ്റെ കാരണം യുക്തിസഹമായിട്ട് വിലയിരുത്താൻ പകരം ആ വീടിരിക്കുന്ന സ്ഥലത്തിൻ്റെ വാസ്തുവിൻ്റെ ദോഷം കൊണ്ടാണ്. അല്ലെ അയൽവാസികളെന്തോ എൻ്റെ ഉയർച്ചയിൽ എനിക്ക് അഭിവൃദ്ധി ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അവരെന്തോ ചില പ്രയോഗങ്ങൾ, ഗൂഢതന്ത്രങ്ങൾ, ഗൂഢതന്ത്രം എന്ന് തന്നെയാണല്ലോ കൂടോത്രം എന്ന് പറയുന്ന ഒരു വാക്കായിട്ട് തന്നെ മാറുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വിശദീകരണത്തിലേക്ക് ആ വ്യക്തി എത്തിച്ചേരുക, അതിൽ ഉറച്ചു വിശ്വസിക്കുക, അതിൻ്റെ പരിഹാരത്തിനായിട്ടുള്ള ചില ക്രിയകളൊക്കെ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു മാനസിക വ്യാപാരമാണ് പലപ്പോഴും ആൾക്കാരെ യുക്തിചിന്തയിൽ നിന്ന് മാറ്റി അന്ധവിശ്വാസത്തിലേക്ക് എത്തുന്നത്. അതിന് ചുറ്റുപാടുകളുടെ അയാളുടെ ആ വ്യക്തി ജീവിക്കുന്ന കാലഘട്ടം, അല്ലെ ആ പരിസരങ്ങൾ, അല്ലെ അതിനെ ആ വ്യക്തിയുടെ ചുറ്റുപാടുമുള്ള ഒരു കൾച്ചർ, പൊതുവിശ്വാസങ്ങൾ, കുടുംബവിശ്വാസങ്ങൾ, മതവിശ്വാസങ്ങളൊക്കെ ഇതിനെ രൂപപ്പെടുത്തി ശക്തമായ ഒരു വിശ്വാസമായിട്ട് മാറുകയും അത് ആ വ്യക്തിയുടെ ജീവിതത്തെയും ആ വ്യക്തിയുടെ മാത്രമല്ല കുടുംബത്തിൻ്റെയും ഒക്കെ ജീവിതത്തെ സ്വാധീനിക്കുന്ന ചിന്തകളായിട്ട് മാറുന്നു. ഇതാണ് ഇതിൻ്റെ പിന്നിൽ നടക്കുന്ന ഒരു മാനസിക വ്യാപാരങ്ങൾ. ഓക്കെ, വ്യക്തമാണ് ഡോക്ടർ. ഞാനൊന്ന് ഇടപെടുകയാണ്. നമ്മളോടൊപ്പം ഒരു പ്രേക്ഷകൻ ചേരുന്നു, കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും രാജപ്പൻ ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ, എനിക്ക് ചോദിക്കാനുള്ളത്, ഈ അന്ധവിശ്വാസം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മന്ത്രവാദികൾ അല്ല ഈ നാട്ടിൽ പ്രചരിപ്പിക്കുന്നത്? ഈ മന്ത്രവാദികൾക്ക് അടിമയാകുമ്പോഴാണല്ലോ ഒരു പരിധി വരെ ഈ അന്ധവിശ്വാസങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ മന്ത്രവാദികളെ തീർച്ചയായിട്ടും നിരോധിക്കേണ്ട ഒരു കാലഘട്ടം കഴിഞ്ഞില്ല. പിന്നെ പണ്ടേ കാലം തൊട്ട് ചില മുത്തശ്ശി കഥകളൊക്കെ കേട്ട് വളർന്ന ചിലർക്കും അന്ധവിശ്വാസങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് അല്ലാതെ തന്നെ പരിഹരിക്കാം. ഈ മന്ത്രവാദികളെ തീർച്ചയായിട്ടും അവർക്കെതിരെ ഒരു നടപടി
ഒരു സർക്കാരും ഇതുവരെ കാണുന്നില്ല. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ മാത്രമേ അവർക്കെതിരെ നടപടി വരുന്നുള്ളൂ. അവർക്കെതിരെ തീർച്ചയായിട്ടും ഒരു നടപടി എടുക്കേണ്ടതല്ലേ? രാജപ്പൻ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ്. ഈ അന്ധവിശ്വാസങ്ങൾ കടന്നു വരുന്ന വഴികളെ പറ്റിയാണത് സൂചിപ്പിച്ചത്. നമ്മളെല്ലാവരുടെയും ഉള്ളിൽ അന്ധവിശ്വാസത്തിൻ്റെ ഒരംശം ഉണ്ടാവാം, നമ്മളത് അംഗീകരിച്ചാലും ഇല്ലെങ്കിലും. കാരണം നേരത്തെ പറഞ്ഞ പോലെ മുത്തശ്ശി കഥകളും നമ്മൾ വളർന്നു വരുന്ന ചുറ്റുപാടുകളിൽ നമ്മൾ കേട്ട് വരുന്ന ചില ഐതിഹ്യങ്ങളും ഒക്കെ ചേർന്ന് നമ്മുടെ മനസ്സിൽ യുക്തിയുടേതല്ലാത്തതായ ഒരു ലോകം എല്ലാവരുടെയും മനസ്സിലുണ്ട്. പക്ഷേ പ്രബുദ്ധത, വിദ്യാഭ്യാസം, യുക്തിപരമായി ചിന്തിക്കാനായിട്ടുള്ള ഒരു കഴിവ്, ഇതിലേക്കൊക്കെ നമ്മൾ എത്തിച്ചെന്ന് കഴിയുമ്പോഴത്തേക്കിന് അതിനെ നമ്മളൊരു ഭാവനയുടെ ലോകത്തേക്ക് മാറ്റി നിർത്തിയിട്ട് യാഥാർത്ഥ്യത്തിൻ്റെ ലോകത്തിൽ കടന്നു പോകാൻ ഭൂരിപക്ഷം പേർക്ക് സാധിക്കുന്നുണ്ട്. പക്ഷെ ചില വ്യക്തികൾക്ക് ആ രീതിയിലുള്ള ഒരു മാനസിക വികാസം ഉണ്ടാകാതെ പോകുന്നു. അവിടെയാണ് ഈ മന്ത്രവാദം തുടങ്ങിയിട്ടുള്ള യുക്തിക്ക് നിരക്കാത്ത ചില കാര്യങ്ങളിലേക്കൊക്കെ ആൾക്കാർ ചെന്ന് വശംവദരാകുന്നത്. അപ്പം മന്ത്രവാദികളുടെ സ്വാധീനം കൊണ്ടാണ് അന്ധവിശ്വാസം ഉണ്ടാകുന്നത് എന്ന് നമുക്ക് തീർത്തും പറയാനായിട്ട് പറ്റത്തില്ല. മനുഷ്യനിൽ അന്ധവിശ്വാസം ഉള്ളതുകൊണ്ടാണ് മന്ത്രവാദികൾക്ക് ഇപ്പോഴും സമൂഹത്തിലൊരു പ്രസക്തി ഉണ്ടാകുന്നതെന്ന് തിരിച്ചും നമുക്കൊരു വാദം വേണമെങ്കിൽ പറയാം. പക്ഷേ എന്താണെങ്കിലും ഈ മന്ത്രവാദത്തിലും പ്രത്യേകിച്ച് നമ്മൾ ഈ ബ്ലാക്ക് മാജിക് എന്നൊക്കെ പറയുന്ന, മറ്റുള്ളവർക്ക് ദ്രോഹം വരുന്ന അല്ലെങ്കിൽ ഒരാളെ ചൂഷണം ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു അടിസ്ഥാനവും ഇല്ലാത്ത ചില വിശ്വാസങ്ങൾ, കാലഘട്ടത്തിന് നിരക്കാത്ത ചില വിശ്വാസങ്ങൾ ഒക്കെ സമൂഹത്തിൽ ഒരു കാലഘട്ടത്തിൽ മനുഷ്യൻ്റേതായ പല ആകുലതകൾക്കും ആശങ്കകൾക്കും ഒന്നും ശാസ്ത്രത്തിൻ്റേതായ പരിഹാരം ഇല്ലാതിരുന്ന ഒരു കാലത്ത് ഒരുപക്ഷെ ചില മന്ത്രവാദത്തിൻ്റെ കർമ്മങ്ങളും ക്രിയകളും ഒക്കെ അവനെ ആശ്വാസം, താൽക്കാലികമായിട്ടെങ്കിലും ഒരു ആശ്വാസം പകർന്നു കൊടുത്തിരുന്നിരിക്കാം. മനുഷ്യ ചരിത്രത്തിൻ്റെ ഒരു ഘട്ടത്തിൽ, ഒരു സന്ദർഭത്തിൽ അതൊക്കെ സാമൂഹ്യ ജീവിതത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ഒക്കെ ഭാഗമായിരുന്നായിരിക്കാം. പക്ഷെ നമ്മൾ ഈ 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുമ്പോൾ മന്ത്രവാദം കൊണ്ട് ഒരാളുടെ രോഗം മാറ്റിക്കൊടുക്കാം, അല്ലെ നല്ല കാലം കൊണ്ടുവരാം, അല്ലെ ശത്രുക്കളെ ഒഴിവാക്കാം എന്നൊക്കെ ഉള്ള വിശ്വാസങ്ങളെ സ്വാധീകരിക്കുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ആ രീതിയിൽ ചൂഷണം ചെയ്യുകയും ചെയ്യുന്നത് തീർച്ചയായിട്ടും നമ്മളെ നിരുത്സാഹപ്പെടുത്തുകയും നിയമപരമായി തന്നെ അതിനെയൊക്കെ നിരോധിക്കുകയും ചെയ്യേണ്ടതാണ്. ഇപ്പോൾ ചില നിയമങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവ ദുർബലങ്ങളാണ്. കാലത്തിനനുസരിച്ച് അങ്ങനെയുള്ള നിയമങ്ങളിലൊക്കെ വ്യതിയാനങ്ങൾ കൊണ്ടുവരികയും കുറച്ചുകൂടി കർക്കശമായിട്ടുള്ള നിയമങ്ങളിലേക്കും അത് നടപ്പാക്കുന്ന രീതിയിലേക്കും നമ്മൾ പോകേണ്ടിയിരിക്കുന്നു. അക്കാര്യത്തിൽ രാജപ്പൻ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുകയാണ്. ഓക്കെ, പ്രേക്ഷകന് വ്യക്തമായി എന്ന് കരുതുന്നു. ഡോക്ടർ, ഇത്തരത്തിൽ അന്ധവിശ്വാസങ്ങൾ അധിഷ്ഠിതമായി നടന്നിട്ടുള്ള കുറ്റകൃത്യങ്ങളിലൊക്കെ പിന്നീട് നമ്മൾ കാണുന്നത് ഈ കുറ്റകൃത്യങ്ങൾ ചെയ്ത കുറ്റവാളികൾ ഒരു മാനസിക രോഗികളായി മുദ്രകുത്തപ്പെടുന്ന സാഹചര്യം കണ്ടുവരാറുണ്ട്. അന്ധവിശ്വാസങ്ങൾ മാനസിക രോഗത്തിന്റെ ഭാഗമാണോ? എങ്ങനെയാണ് ഇങ്ങനെ ഒരു മാനസിക അവസ്ഥയിലേക്ക് ഇവർ എത്തിച്ചേരുന്നത്? വളരെയേറെ വ്യക്തത ആവശ്യമുള്ള ഒരു ചോദ്യമാണ് എന്നോട് ചോദിച്ചിരിക്കുന്നത്. പലപ്പോഴും ഒരു കുറ്റകൃത്യം നടന്നു കഴിയുമ്പോൾ അതിന് ഒരു ഡിഫൻസ്, ആ കുറ്റകൃത്യത്തിൻ്റെ കാഠിന്യം കുറയ്ക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കുറ്റകൃത്യമേ അല്ല എന്നുള്ള രീതിയിലേക്കൊക്കെ ഉള്ള വളരെ പ്രഖ്യാതമായിട്ടുള്ള ചില നിയമങ്ങളുണ്ട്. മക്നോട്ടൻസ് നിയമം എന്നൊക്കെ പറയും. അതായത് ഒരാളുടെ മനസ്സ് രോഗാതുരമായിരിക്കുമ്പോൾ, രോഗാതുരമായ ഒരു ചിന്തയുടെ അടിസ്ഥാനത്തിൽ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഡെലൂഷൻസ്, ഒരടിസ്ഥാനവുമില്ലാത്ത എന്നാൽ അതേസമയം ആ ഒരു വ്യക്തി ശക്തമായിട്ട് വിശ്വസിക്കുന്ന ചില ഡെലൂഷനുകളുടെ അടിസ്ഥാനത്തിൽ ഒരാളൊരു കുറ്റകൃത്യം ചെയ്തു കഴിഞ്ഞാൽ അത് ആ കുറ്റകൃത്യത്തിൻ്റെ ലാഘവം കുറയുന്നു എന്നുള്ള ഒരു നിയമതത്വമുണ്ട്. ആ നിയമതത്വത്തിൻ്റെ ആനുകൂല്യം കിട്ടാൻ വേണ്ടി പലപ്പോഴും ഇതിനെ ഒരു പ്രതിരോധമായിട്ട് നമ്മുടെ ലീഗൽ ആ ഒരു പ്രൊസീജിയേഴ്സിൻ്റെ ഇടയ്ക്കൊക്കെ ഇത് ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഭൂരിപക്ഷം കേസുകളിലും ഒരു ക്രൈം നടക്കുന്നത് അത് മനോരോഗവുമായിട്ടൊന്നും ബന്ധമൊന്നും ഇല്ല. ചുരുക്കം ചില കേസുകളിലാണ് ഒരു ഡെലൂഷണൽ ഡിസോർഡറിൻ്റെയോ ഒരു സൈക്കോസിൻ്റെയോ ഒക്കെ ഭാഗമായിട്ട് ഒരു കുറ്റകൃത്യം നടക്കുന്നത്. അത് തെളിയിക്കാൻ താരതമ്യേന പ്രയാസമാണ്. കാരണം കുറ്റകൃത്യം നടക്കുന്ന ആ സമയത്ത് ആ കുറ്റകൃത്യം ചെയ്യാനായിട്ടുള്ള ഇൻറ്റൻറ്റ്, അതിനുള്ള പ്രേരണ ഇങ്ങനെയുള്ള ഒരു രോഗാതുരമായ ചിന്തയാണ്, ഒരു മാനസികാവസ്ഥയാണെന്ന് തെളിയിച്ചാൽ മാത്രമേ ആ ആനുകൂല്യം കിട്ടുകയുള്ളൂ. പക്ഷേ ബഹുഭൂരിപക്ഷം കേസുകളിലും അത് പിന്നീട് കൊണ്ടുവരുന്ന ഒരു ഡിഫൻസാണ്.
അന്ധവിശ്വാസങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു, അന്ധവിശ്വാസങ്ങൾ ഒരു മാനസിക രോഗമായിട്ട് നമുക്ക് കണക്കിലാക്കാൻ സാധിക്കത്തില്ല. അത് തീർച്ചയായിട്ടും അന്ധവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരാളൊരു കുറ്റകൃത്യം ചെയ്തു കഴിഞ്ഞാൽ ആ കുറ്റകൃത്യത്തിൽ അയാൾക്കുള്ള ഉത്തരവാദിത്വത്തിൽ ഒരു കുറവും അയാൾക്ക് വാദിച്ചെടുക്കാനായിട്ടോ സമർത്ഥിക്കാനായിട്ടോ നേടിയെടുക്കാനായിട്ടോ സാധിക്കത്തില്ല. അന്ധവിശ്വാസം എന്ന് പറയുന്നത് നമ്മൾ ഒരു വ്യക്തി തിരുത്തേണ്ട അല്ലെ തിരുത്തപ്പെടേണ്ടതായ ഒരു ചിന്താഗതിയാണ്. അപ്പോൾ ഒരു അന്ധവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരാളൊരു കുറ്റകൃത്യം ചെയ്തതല്ലേ, അതുകൊണ്ട് അത് ഒരു ആനുകൂല്യവും അയാൾക്ക് ലഭിക്കാൻ പാടില്ല. അങ്ങനെ തന്നെ ഒരു ശക്തമായ നിലപാടെടുത്ത് വേണം നമ്മൾ ഈ അന്ധവിശ്വാസങ്ങളെ കൈകാര്യം ചെയ്യാനായിട്ടും നേരിടേണ്ടതും. അതുകൊണ്ട് എല്ലാ അന്ധവിശ്വാസങ്ങളും കുറ്റകൃത്യങ്ങളാണെന്നുള്ളൊരു ധാരണ ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ല. തീർച്ചയായിട്ടും ഡോക്ടർ, പലരും ഇത്തരത്തിലാണ് ഇത്തരം വാർത്തകളെ അല്ലെങ്കിൽ ഇത്തരം പ്രതികളെ കണക്ക് കൂട്ടുന്നത് ഇത്തരത്തിൽ ചില ന്യായീകരണങ്ങളുടെയും കൂടി അടിസ്ഥാനത്തിലാണ്. ഡോക്ടർ, ഇപ്പോൾ നമ്മളോടൊപ്പം ഒരു പ്രേക്ഷകൻ ചേരുകയാണ് കട്ടപ്പനയിൽ നിന്നും മണിയൻ ഡോക്ടറോട് ചോദിച്ചോളൂ. സാറേ, ഹലോ ഹലോ മണിയൻ കേൾക്കാം, ചോദിച്ചോളൂ. ഹലോ ഞാൻ പറഞ്ഞത് സാറേ, അന്ധവിശ്വാസത്തിന്റെ സാറേ, ഹലോ സാറേ, അന്ധവിശ്വാസത്തിന്റെ മനഃശാസ്ത്രം എന്ന് പറയുമ്പോഴേ, ഹലോ പറഞ്ഞോളൂ. അന്ധവിശ്വാസത്തിന്റെ മനഃശാസ്ത്രം എന്ന് പറയുമ്പോഴത്തേക്കിന് നമ്മള് ഈ അന്ധവിശ്വാസം ശരിക്കും വിശ്വാസമല്ലല്ലോ. പക്ഷെ അതിന്റെ മനഃശാസ്ത്രം എന്ന് പറയുന്നതും വിശ്വാസവും ഒരിക്കലും യാഥാർത്ഥ്യമായിട്ട് പൊരുത്തപ്പെട്ടു പോകുന്നില്ല. ഇപ്പൊ സാറിനെ സംബന്ധിച്ച് പറയുമ്പോൾ സൈക്യാട്രി എന്ന നിലയിലേക്ക് വരുന്ന ഒരാളിനോട് ശരിക്കുമുള്ള കാര്യങ്ങൾ നമ്മൾ യാഥാർത്ഥ്യത്തിലേക്ക് കടക്കുമ്പോൾ എങ്ങനെയാണ് സാറ് പ്രതികരിക്കുന്നത്? അതായത് ഈ വരുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്ക് എന്താണെന്നൊന്നും അറിയത്തില്ല, പക്ഷെ അത് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനായിട്ട് സാറിന്റെ അല്ലെങ്കിൽ ആ ഒരു തലത്തിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ സമൂഹത്തോട് പറഞ്ഞു കൊടുക്കാനായിട്ട് എന്താണെന്ന് ഒത്തിരി പ്രശ്നങ്ങൾ അതിന്റെ ഇടയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനാണ് സാറിന്റെ അഭിപ്രായം പറയാം. ഓക്കെ അപ്പം നമ്മൾ ഒരു വിശ്വാസം യുക്തിക്ക് നിരക്കുന്നതാണോ അല്ലയോ എന്ന് മനസ്സിലാക്കുന്നത് നമുക്ക് പല രീതിയിലാണ്. ഒരു പോലീസ് സ്റ്റേഷനിലോ കോടതിയിലോ ഒക്കെ വരുമ്പോൾ ഒരാളുടെ വിശ്വാസം യുക്തിക്ക് നിരക്കുന്നതാണോ അല്ലയോ എന്നുള്ളത് മെറ്റീരിയൽ എവിഡൻസ്, വസ്തുനിഷ്ഠമായിട്ടുള്ള തെളിവുകൾ, ദൃക്സാക്ഷികൾ, അല്ലെ സാന്ദർഭിക തെളിവുകളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ ഒരു മനഃശാസ്ത്രജ്ഞൻ്റെ അല്ലെ ഒരു മാനസികാരോഗ്യ വിദഗ്ധൻ്റെ മുമ്പിൽ ഒരു വിശ്വാസങ്ങൾ എങ്ങനെയാണ് പരിശോധിക്കപ്പെടുന്നത് എന്നുള്ളതിന് അതിന് ശാസ്ത്രീയമായിട്ടുള്ളൊരു മാർഗമുണ്ട്. മെൻ്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ, മനോനിലയിലെ പരിശോധന വെച്ചിട്ട് ഒരു വ്യക്തിയുടെ ചിന്തകൾ യാഥാർത്ഥ്യവുമായിട്ട് ബന്ധപ്പെട്ടതാണോ അതോ യാഥാർത്ഥ്യവുമായിട്ട് ബന്ധമില്ലാത്ത ചിന്തകളാണോ എന്ന് തിരിച്ചറിയാനായിട്ടുള്ള ഒരു പരിശീലനം, അങ്ങനെ ഒരു നൈപുണ്യം ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രൊഫഷണലുകൾക്ക് ഉണ്ട്. അതിന് നമുക്കൊരു സാക്ഷികളുടെ ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിലോ മറ്റെന്തെങ്കിലും ഒരു മെറ്റീരിയൽ എവിഡൻസോ വേണമെന്നില്ല. ആ ഒരു വ്യക്തിയുടെ നിരീക്ഷിച്ച് അദ്ദേഹത്തിൻ്റെ സംഭാഷണങ്ങളെ വിശകലനം ചെയ്ത് അദ്ദേഹത്തിൻ്റെ ചിന്തകളിലേക്ക് എത്താനായിട്ട് സാധിക്കും. അപ്പോൾ ആ ചിന്തകൾ വസ്തുനിഷ്ഠമല്ല എങ്കിൽ, യാഥാർത്ഥ്യവുമായിട്ട് ബന്ധമില്ല എങ്കിൽ അതിനെ തിരുത്തുക എന്നുള്ളതാണ് അതിൻ്റെ ചികിത്സാ പദ്ധതി വരുന്നത്. ചിലതരം ചിന്തകൾക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ ഡെലൂഷണൽ ചിന്തകൾ, യാഥാർത്ഥ്യവുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ചില ചിന്തകൾ ഒരു വ്യക്തി വളരെ ശക്തമായിട്ട് കൊണ്ടു നടക്കുകയാണെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം നിർണ്ണയിക്കപ്പെടുന്നതെങ്കിൽ അതിനെ സൈക്കോസിസ് എന്ന് പറയും. അങ്ങനെയുള്ള രോഗങ്ങൾക്ക് ഒരു സൈക്കോതെറാപ്പിയോ കൗൺസിലിങ്ങോ കൊണ്ട് മാത്രം പ്രയോജനം കിട്ടത്തില്ല. അങ്ങനെയുള്ള വ്യക്തികൾക്ക് നമ്മൾ വേണ്ടത് ഔഷധ ചികിത്സ ഉൾപ്പെടെയുള്ളത്. കാരണം തലച്ചോറിലെ ചില രാസപ്രവർത്തനങ്ങളുടെ ഡോപ്പമൈൻ, സെറട്ടോണിൻ, ഗ്ലൂട്ടമേറ്റ് തുടങ്ങിയിരിക്കുന്ന രാസവസ്തുക്കളുടെ ചില വ്യതിയാനങ്ങൾ കൊണ്ട് ഇങ്ങനെയുള്ള യുക്തിരഹിതമായ ചിന്തകളുണ്ടാകും. അപ്പോൾ അവിടെ ഔഷധ ചികിത്സ ആവശ്യമായിട്ട് വരാം. പക്ഷേ ബഹുഭൂരിപക്ഷം കേസുകളിലും ഔഷധ ചികിത്സ കൊണ്ടല്ലാതെ തന്നെ സൈക്കോതെറാപ്പി, അയാളുടെ ചിന്തയിൽ വന്നിരിക്കുന്ന തകരാറ് എവിടെയാണ്, യുക്തിരാഹിത്യം എവിടെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി ആ ചിന്തയിൽ വന്നിരിക്കുന്ന ആ സ്ഖലിതത്തെ, ആ തെറ്റിനെ, ആ യുക്തിയില്ലായ്മയെ തിരുത്താൻ വേണ്ടിയുള്ള കോഗ്നിറ്റീവ് തെറാപ്പി എന്ന് പറയും. അപ്പോൾ അങ്ങനെയുള്ള കോഗ്നിറ്റീവ് തെറാപ്പിയുടെ സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആ തെറ്റായ ചിന്തകളെ മാറ്റാനായിട്ട് സാധിക്കും.
ഇത് വ്യക്തിപരമായ നിലവാരത്തിലുള്ള ഒരു കാര്യമാണ്. പക്ഷെ നമ്മളതൊരു സമൂഹത്തിലേക്ക് പോകുമ്പോൾ നമ്മളുടെ വിദ്യാഭ്യാസത്തിലും നമ്മുടെ പൊതുബോധത്തിലും നമ്മളുടെ നിയമവ്യവസ്ഥയിലും ഒക്കെ കാതലായ ചില മാറ്റങ്ങൾ വരുത്തിയാൽ മാത്രമേ യാഥാർത്ഥ്യത്തിന് നിരക്കാത്ത ചിന്തകളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സമൂഹമായിട്ട് മാറാതെ ഒരു എലീറ്റ് കമ്മ്യൂണിറ്റി, പ്രബുദ്ധമായിട്ടുള്ള ഒരു സമൂഹമായിട്ട് മാറാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ വിദ്യാഭ്യാസം, നമ്മളുടെ നിയമവ്യവസ്ഥിതി, നമ്മുടെ പൊതുസമൂഹത്തിലെ സ്വീകാര്യത, ഇതെല്ലാം നമ്മുടെ വിശ്വാസങ്ങളെ ബാധിക്കുന്നതാണ്. വ്യക്തമാണ് ഡോക്ടർ. പ്രേക്ഷകനും വ്യക്തമായിട്ടുണ്ടെന്ന് കരുതുകയാണ്. ഈ ഒരു വിഷയത്തിൽ പല വശങ്ങളിലേക്ക് നമുക്ക് ഇനിയും എത്തേണ്ടതായിട്ടുണ്ട്. അന്ധവിശ്വാസത്തിന് പിന്നിലെ മനഃശാസ്ത്രത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. ഡോക്ടർ, രോഗശാന്തി, മന്ത്രവാദം, ജ്യോത്സ്യം ഇവിടെയൊക്കെ അനുഭവ സാക്ഷ്യം ഉയർന്ന വിദ്യാഭ്യാസം ഉള്ളവർ തന്നെ നൽകാറുണ്ട്. നമ്മളത് പലപ്പോഴും പലയിടങ്ങളിലൂടെയും കാണാറുണ്ട്. ഇത്തരം അനുഭവ സാക്ഷ്യങ്ങൾ ഈ പറഞ്ഞ പോലെ സമൂഹത്തെ ഗുരുതരമായി ബാധിക്കുന്നില്ലേ? ഒരുപക്ഷെ അത്തരത്തിലുള്ള അനുഭവ സാക്ഷ്യങ്ങളായിരിക്കില്ലേ ഇത്തരം പാതയിലേക്ക്, അന്ധവിശ്വാസത്തിലേക്ക് കൂടുതൽ ആളുകളെ എത്തിക്കുന്നത്? വളരെ ശരിയാണ് ആ ഒരു നിരീക്ഷണം. കാരണം ഈ ചികിത്സാ രംഗത്ത്, ഞാൻ ചികിത്സാ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണല്ലോ. അപ്പോൾ അവിടെ പല പ്രശ്നങ്ങൾക്കും ശാസ്ത്രീയമായ ഉത്തരങ്ങളില്ല. ശാസ്ത്രീയമായ ഉത്തരങ്ങളില്ലാത്തപ്പോൾ ഒരു പെർഫെക്റ്റ് ക്യൂർ, പൂർണ്ണമായിട്ടുള്ള ഒരു രോഗവിമുക്തി പല രോഗങ്ങൾക്കും ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു വസ്തുത ഒരു ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ ഒരു യുക്തിപരമായ സമീപനത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഒരു നിഗമനമാണ്. ഇതിന് പൂർണ്ണമായ ചികിത്സ കണ്ടുപിടിച്ചിട്ടില്ല. അത് സത്യസന്ധതയോടുകൂടി രോഗിയോട് അല്ലെ രോഗിയുടെ ബന്ധുക്കളോട് പറയുമ്പോൾ അത് പലപ്പോഴും അത് അംഗീകരിക്കാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടാണ്. ഒരു ഡിനയൽ. വ്യക്തമാണ് ഡോക്ടർ. സമയക്കുറവ് മൂലം ഞാനൊന്ന് ഇടപെടുകയാണ്. ഹലോ ഡോക്ടറിന്റെ ഇന്നത്തെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. സെക്രട്ടറി പ്രൊഫസറായ ഡോക്ടർ വർഗീസ് പുന്നൂസാണ് നമ്മളോട് ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിച്ചത്.